നമ്മൾ സ്പാൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടി പരിശോധിക്കാൻ പോവുക. നമ്മൾ എങ്ങനെയായിരുന്നു സ്പാൻ ഡിഫൈൻ ചെയ്തിരുന്നത്? V1 എക്സെട്ര V എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ n വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പാൻ എന്തായിരുന്നു? ഈ വെക്ടേഴ്സ് ഉപയോഗിച്ചുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസിൻ്റെയും കളക്ഷൻ അല്ലേ? അപ്പോൾ ഈ ഡെഫിനിഷൻ വെച്ചിട്ട് ഒരു വെക്ടർ സ്പേസിൻ്റെ ഏതൊരു സബ്സെറ്റ് തന്നാലും അതിൻ്റെ സ്പാൻ കാണാൻ നമുക്ക് പറ്റുമോ? ഒന്ന് പോസിറ്റ് ആലോചിച്ച് നോക്കൂ. അത് പറ്റിക്കോളൊന്നുമില്ലാതുള്ളതാണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു വെക്ടർ സ്പേസിൻ്റെ ഒരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സബ്സെറ്റ് തന്നു, V1 V2 V3 എക്സെട്ര. അൺകൗണ്ടബിളി ഇൻഫിനിറ്റ് അത് പോട്ടെ, തൽക്കാലത്തേക്ക് ഇപ്പോൾ കൗണ്ടബിളി ഇൻഫിനിറ്റ് എടുക്കുക. V1 V2 അങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന V1 V2 V3 എക്സെട്ര അങ്ങനെ ഒരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സബ്സെറ്റ് തന്നു ഒരു വെക്ടർ സ്പേസിൻ്റെ. ഇതിൻ്റെ സ്പാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ചിലരൊക്കെ പറഞ്ഞു ഇതിൻ്റെ സ്പാൻ എന്താ ഇത് കൂടെ ഇവിടെ ഇപ്പം എന്താ V1 എക്സെട്ര V എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി C1 V1 എക്സെട്ര പ്ലസ് CN VN നിർത്തി. അതിന് പകരം ഇവിടെ എന്ത് ചെയ്താൽ മതി? ഒരു ഇൻഫിനിറ്റ് സമ്മം എഴുതിയാൽ പോരെ. C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര അങ്ങനെ ഒരു സീരീസ് ആയിട്ട് എഴുതിയാൽ പോരെ ലീനിയർ കോമ്പിനേഷൻ. അപ്പോൾ ഇതിൻ്റെ സ്പാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇങ്ങനത്തെ എല്ലാ ഇൻഫിനിറ്റ് ലീനിയർ കോമ്പിനേഷൻസിൻ്റെയും കളക്ഷൻ ഒക്കെ ഡിഫൈൻ ചെയ്താൽ പോരെ എന്ന് പറയുന്നുണ്ടാവും ചില റെഫറൻസ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വെക്ടർ സ്പേസിൽ ഇങ്ങനത്തെ ഒരു ഇൻഫിനിറ്റ് സമ്മിന് എപ്പോഴും മീനിങ് ഉണ്ടായിക്കോളുന്നില്ല. അത് മനസ്സിലാക്കാൻ നമ്മുടെ വെക്ടർ സ്പേസിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഉള്ളത്? അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും. അതിന് ചില ആക്സിയംസ്, ചില പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഈ അഡീഷനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. അഡീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്താണ്. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഫ്രം V ക്രോസ് V ടു V. നമ്മൾ വിശദമായി ചർച്ച ചെയ്താണ്. അപ്പോൾ അഡീഷൻ ശരിക്കും രണ്ട് വെക്ടേഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ടൊരു പുതിയ വെക്ടർ പ്രൊഡ്യൂസ് ചെയ്യാം. അഡീഷൻ രണ്ട് വെക്ടേഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പുതിയ വെക്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് V1 പ്ലസ് V2 ഈസിയായി കാണാം. കാരണം എന്താ? രണ്ട് വെക്ടറാണ്, അത് വെച്ചിട്ട് പുതിയൊരു വെക്ടറിനെ തരും. ഇനി അതല്ല V1 പ്ലസ് V2 പ്ലസ് V3 ഇതെന്താ? ഇതും ആക്ച്വലി നമ്മൾ ഒന്നുകിൽ V1 പ്ലസ് V2 പ്ലസ് V3 ഇങ്ങനെ കാണാൻ പറ്റും. മൂന്ന് വെക്ടേഴ്സിനെ അഡീഷൻ ഡീൽ ചെയ്യുമോ? ഇല്ല, നമുക്ക് രണ്ട് വെക്ടേഴ്സിനെ അഡീഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം V1 V2 ആഡ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ റിസൾട്ടിനോട് V3 ആഡ് ചെയ്യും. അതല്ലെങ്കിലോ V1 പ്ലസ് V2 പ്ലസ് V3 ഇങ്ങനെ കാണും. അതായത് V1നോട് V2 V3 ആഡ് ചെയ്ത് കിട്ടിയ റിസൾട്ടിന് V1നോട് ആഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഇത് അസോസിയേറ്റീവ് ആയതുകൊണ്ട് ഇത് എങ്ങനെ ബ്രാക്കറ്റ് ഇട്ടാലും കറക്റ്റ് സെയിം ഉത്തരം കിട്ടുക. അതുകൊണ്ടാണ് നമ്മളിവിടെ ബ്രാക്കറ്റ് ഇടാത്തത്. ഇനി V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെയും രണ്ടാൾക്കാരെ അഡീഷൻ പ്രോസസ്സ് ചെയ്തുള്ളൂ. ആദ്യം ഈ രണ്ടാൾക്കാരെ ഉപയോഗിച്ചിട്ട് ഒരു പുതിയ ആളെ പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് ആ പ്രൊഡ്യൂസ് ചെയ്ത ആളെയും V3 ഉപയോഗിച്ചിട്ട് വീണ്ടും ഒരു പുതിയ ആളെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഈ മൂന്ന് വെക്ടേഴ്സിന് ആഡ് ചെയ്തത്. 4 ആകുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇത് രണ്ടാൾക്കാരെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് 4 ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്തത്. ഇനി ഇവിടെ പക്ഷേ നമ്മൾ അതിന് പകരം V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് V4 പ്ലസ് എക്സെട്ര ഇങ്ങനെ ഇൻഫിനിറ്റ് ആൾക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കിട്ടുമോ? വെക്ടർ സ്പേസിൽ അഡീഷൻ പ്രകാരം ഇങ്ങനെ ഇൻഫിനിറ്റ് ആൾ അങ്ങനെ ഇല്ലേ? ആദ്യം നമ്മൾ ഇവിടെ തുടങ്ങാൻ വിചാരിക്കുക. ആദ്യം ഇവർ രണ്ടാളെ ആഡ് ചെയ്യുക, എന്നിട്ട് ആ റിസൾട്ടിനോട് മൂന്നാമത്തെ V3 ആഡ് ചെയ്യുക, ആ റിസൾട്ടിനോട് അടുത്തത് V4 ആഡ് ചെയ്യുക. അങ്ങനെ പോയി ഇത് എപ്പോഴെങ്കിലും കൂട്ടി തീരുമോ? അല്ലേ? ഇതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ ഇതെല്ലാം കൂട്ടി തീർന്നിട്ട് അവസാനം ഉത്തരം കിട്ടട്ടെ. അങ്ങനെ ഒരു ഉത്തരമല്ല, ഇതിനൊരു മീനിങ് ഇല്ല, നോ മീനിങ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇൻഫിനിറ്റ് പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാലല്ലേ ഇതിനൊരു ഉത്തരം കിട്ടുള്ളൂ. അഡീഷൻ ഇങ്ങനെ ഇൻഫിനിറ്റ് ആളെ ഡീൽ ചെയ്യാൻ കഴിയില്ല, രണ്ടാളെ എപ്പോഴും ഡീൽ ചെയ്യും. അപ്പോൾ രണ്ടാളെ ഡീൽ ചെയ്ത് അതിനോട് അടുത്ത ആളെ കൂട്ടി അതിനോട് അടുത്ത ആളെ കൂട്ടി വന്നിട്ട് ഈ ഇൻഫിനിറ്റ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യില്ല. അപ്പോൾ ഈ ഇൻഫിനിറ്റ് സമ്മിന് വെക്ടർ സ്പേസിൽ മീനിങ് ഇല്ല. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും, അങ്ങനെയാണ് റിയൽ നമ്പേഴ്സിലൊക്കെ ഇൻഫിനിറ്റ് സമ്മിന് മീനിങ് ഇല്ലേ? അതായത് 1 പ്ലസ് 1/2 പ്ലസ് 1/2 സ്ക്വയർ അല്ലേ പ്ലസ് എക്സെട്ര ഈക്വൽ ടു നമ്മൾ ഇത്ര A/1 മൈനസ് R എന്നല്ലേ? അതായത് 2 അല്ലേ? ജോമെട്രിക് സീരീസ് ഈസ് ഈക്വൽ ടു 2 നമ്മൾ എഴുതാറില്ലേ? ഇതിപ്പോൾ ആരോ കൂട്ടി തീർന്നിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. ഇവിടെ വിഷയം വേറെയാണ്. അതായത് ഇതിൻ്റെ അർത്ഥം ഇത് മൊത്തം കൂട്ടി തീർന്നിട്ട് ഉത്തരം 2 കിട്ടിയതല്ല. ഇവിടെ എത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരാളെ കൂട്ടാൻ ഏൽപ്പിക്കാം, എന്നിട്ട് അയാൾ ഇങ്ങനെ കൂട്ടി കൊടുക്കുക. അതേപോലെ തന്നെ രണ്ടാൾ തന്നെ അയാൾ കൂട്ടുക. റിയൽ നമ്പേഴ്സിലെ അഡീഷനും രണ്ടാൾക്കാർ തമ്മിൽ തന്നെയാണ് വർക്ക് ചെയ്യുക അല്ലേ? അപ്പം ആദ്യം അയാൾ 1, പിന്നെ അതിനോട് 1 പ്ലസ് ഹാഫ് കൂട്ടി അല്ലേ? പിന്നെ അതിനോട് അതിൻ്റെ അടുത്ത നമ്പർ കൂട്ടി 1 പ്ലസ് ഹാഫ് സ്ക്വയർ ഇങ്ങനെ ഇയാൾ കൂട്ടുകയാണ്. ഇയാൾ മരിക്കൂല വിചാരിക്കുക, അനന്തകാലം ജീവിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ഇതിങ്ങനെ കൂട്ടി ഇങ്ങനെ പോവാം. യെസ്, അങ്ങനെ അയാൾ കൂട്ടി പോകുമ്പം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. നമ്പർ ലൈനിൽ 0 1 2 ഇങ്ങനെ അയാൾ ഇപ്പോൾ തുടങ്ങിയതാണ് 1 എന്നാണ്. ഇയാൾ ഇങ്ങനെ കൂട്ടി പോവുകയാണെങ്കിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും, അനാലിസിസിൽ തെളിയിക്കാൻ പറ്റും. ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ 2ൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും.
അതായത് ഇവിടെ അതിൻ്റെ അപ്പുറത്തുള്ള ഏത് നമ്പർ കൊടുത്താലും ഏതെങ്കിലും ഒരു കാലത്ത് ആ നമ്പറിനെ അയാൾ കവർ ചെയ്തിട്ട് അപ്പുറം ചാടും. അങ്ങനെ ഈ കൂട്ടിക്കൊണ്ടിരിക്കുന്ന കക്ഷി 1 തുടങ്ങി 2ലേക്ക് ഇങ്ങനെ അടുത്ത് പോകുന്നത് കാണാൻ പറ്റും. മറ്റൊരു കാര്യം കൂടി പ്രൂവ് ചെയ്യാൻ പറ്റും. ഇയാൾ ഒരു കാലം അനന്തകാലം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാലും ഒരു കാലം ഇയാൾ 2 ക്രോസ് ചെയ്തിട്ട് പോവുകയില്ല. അപ്പോൾ അയാൾ 2ലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. 2ൻ്റെ അപ്പുറത്തുള്ള ഏത് നമ്പറിനെയും കവർ ചെയ്ത് 2ലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒരു കാലവും 2നെ ക്രോസ് ചെയ്ത് പോകുന്നുമില്ല. അപ്പം നമ്മൾ പറയുന്നതാണ് ഇതിൻ്റെ സമ്മിറ്റുമാണ്. അല്ലാണ്ട് ഇത് മൊത്തം കൂട്ടിയിട്ട് 2 കിട്ടിയല്ല. ഇതുകൊണ്ടാണ്, അതായത് ഒരാൾ കൂട്ടാൻ നിൽക്കുകയാണെങ്കിൽ അയാൾ 2ലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ 2ൻ്റെ അപ്പുറത്തുള്ള ഏത് നമ്പർ പാസ് ചെയ്യുകയും ചെയ്യും, 2ലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു കാലവും ഇയാൾ 2 പാസ് ചെയ്ത് പോവുകയില്ല. അപ്പം നമ്മൾ പറയുന്നതാണ് ദിസ് സം ഈസ് 2, അല്ലാണ്ട് കൂട്ടി തീർന്നിട്ടല്ല. അപ്പം ഇത് പറയണമെങ്കിൽ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചൊരു വാക്കുകൾ ശ്രദ്ധിക്കണം. ഇയാൾ ഇങ്ങനെ 2ലേക്ക് പോവുക, 2ലേക്ക് അടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചില്ലേ. അപ്പോൾ ഈ അടുക്കുക, ഒരു ഡിസ്റ്റൻസ് എന്നുള്ളൊരു സംഭവം റിയൽ നമ്പേഴ്സിലുണ്ട്. ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, അതൊന്നും ഈ നീനാജിബിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യേണ്ടതല്ല, അതുകൊണ്ടാണ്. അപ്പോൾ എനിവേ ഇങ്ങനെ അടുക്കുക എന്നൊക്കെ പറയണമെങ്കിൽ അതിലുള്ള എലമെൻറ്റ്സ് തമ്മിലൊരു ദൂരം എന്നുള്ളൊരു കൺസെപ്റ്റ് വേണ്ടേ. വെക്ടർ സ്പേസിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വെക്ടർ സ്പേസിൽ അഡീഷൻ, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള വെക്ടർ സ്പേസിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു ദൂരം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഇൻഫിനിറ്റ് സമ്മിനെ ഡീൽ ചെയ്യാൻ നമ്മളെ വെക്ടർ സ്പേസിൽ പറ്റൂല. വെക്ടർ സ്പേസിൽ പിന്നെ ദൂരം ഭാവിയിലൊക്കെ പല അങ്ങോട്ടേക്ക് പോകുന്നില്ല. വെക്ടർ സ്പേസിൽ അങ്ങനത്തെ ഒരു ദൂരം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫിനിറ്റ് സം ഡീൽ ചെയ്യാം. നിലവിൽ നമ്മുടെ വെക്ടർ സ്പേസിൽ അങ്ങനത്തെ ഒരു ദൂരമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഇൻഫിനിറ്റ് ലീനിയർ കോമ്പിനേഷൻ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കൗണ്ടബിളി ഇൻഫിനിറ്റ് തന്നാൽ പോലും ഇങ്ങനെ സ്പാൻ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം എങ്ങനെ ഒരു ഇൻഫിനിറ്റ് സെറ്റിന് സ്പാൻ ഡിഫൈൻ ചെയ്യും? നമുക്ക് ആലോചിക്കും. അതിന് ഡെഫിനേഷൻ ഇൻഫിനിറ്റ് സെറ്റിന് ഇൻഫിനിറ്റ് ലീനിയർ കോമ്പിനേഷൻ ഒന്നും പോസിബിൾ അല്ല. എന്നാലും നമുക്കൊരു ഏതൊരു ഇൻഫിനിറ്റ് സബ്സെറ്റ് തന്നു കഴിഞ്ഞാലും അതിൻ്റെ സ്പാൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ നോക്കുമ്പോൾ വീഡിയോ ആവശ്യത്തിന് ലെങ്തി ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് സ്പാൻ്റെ ആ മോസ്റ്റ് ജനറൽ ഡെഫിനിഷൻ എഴുതി അത് പറയുക മാത്രമാണ്. അതായത് ഫൈനൈറ്റ് സബ്സെറ്റുകൾക്കും ഇൻഫിനിറ്റ് സബ്സെറ്റുകൾക്കും എല്ലാം വർക്കാവുന്ന സ്പാൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ട് അത് ജസ്റ്റ് പറയുക മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അവിടെ ബാക്കി കിടക്കുന്നത് ആ ഡെഫിനിഷൻ നാച്ചുറൽ ആണോ എന്നുള്ളതാണ്. അല്ലേ, നമ്മളിപ്പം ഫൈനൈറ്റ് സബ്സെറ്റുകളുടെ സ്പാൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ ഇൻഫിനിറ്റ് സബ്സെറ്റുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അല്ലേ. അപ്പം അത് ചുമ്മാ എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതൊരു നാച്ചുറൽ എക്സ്റ്റൻഷൻ ആവണ്ടേ. അപ്പം അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണും. അത് ചുമ്മാ ഒരു എക്സ്റ്റൻഷൻ അല്ല, അത് ഈ ഫൈനൈറ്റ് സബ്സെറ്റുകളുടെ സ്പാനെ പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ തന്നെയാണ് അത് എന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. ഇപ്പം ഞാനിനി ഈ വീഡിയോയിൽ സ്പാൻ്റെ മോസ്റ്റ് ജനറൽ ഡെഫിനിഷൻ ഫോർ എനി സബ്സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസിന് വർക്കാവുന്ന സ്പാൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തും. ഓക്കെ, ഇതാണ് സ്പാൻ്റെ മോസ്റ്റ് ജനറൽ ഡെഫിനിഷൻ. നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് വായിച്ചു നോക്കുക. അതിന് ശേഷം ഞാൻ ഇത് വിശദീകരിച്ച് തരാം. വായിക്കുമ്പം ശ്രദ്ധിക്കുക, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗത്ത് നോൺ എം ടി സബ്സെറ്റുകളുടെ, അതായത് എം ടി സെറ്റും ഒരു വെക്ടർ സ്പേസിൻ്റെ സബ്സെറ്റാണല്ലോ. അപ്പോൾ ആ എം ടി സെറ്റിൻ്റെ സ്പാൻ ഇത് അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എം ടി സെറ്റിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 സ്പേസ് ആണ്. ബാക്കിയുള്ള ഏതൊരു നോൺ എം ടി സബ്സെറ്റ് ആയാലും, മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ്, ഏതൊരു നോൺ എം ടി സബ്സെറ്റ് ആയാലും അതിൻ്റെ സ്പാനായിട്ട് ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. പോസിറ്റുകൾ വായിച്ചു നോക്കുക. അതിനുശേഷം വിശദീകരിച്ചു തരാം. ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് 2 കാര്യം മാത്രമാണ്. ഒന്ന്, നമ്മളിങ്ങനെ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നത് എന്തിനാ? ഇൻഫിനിറ്റ് സബ്സെറ്റുകൾക്ക് സ്പാൻ ഡിഫൈൻ ചെയ്യാനാണ്. അപ്പം ഈ ഡെഫിനിഷൻ ഇൻഫിനിറ്റ് സബ്സെറ്റുകൾക്ക് വർക്കാവുമോ നോക്കും. രണ്ടാമത്, പിന്നെ നമുക്ക് ഓൾറെഡി ഫൈനൈറ്റ് സബ്സെറ്റുകൾക്ക് ഒരു സ്പാൻ ഉണ്ട്, അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം ഇങ്ങനൊരു പുതിയ ഡെഫിനിഷൻ വരുമ്പം ഫൈനൈറ്റ് സബ്സെറ്റുകളുടെ സ്പാൻ മാറാൻ പാടില്ലല്ലോ. അപ്പം ഈ ഡെഫിനിഷൻ പ്രകാരം ഫൈനൈറ്റ് സബ്സെറ്റുകളുടെ സ്പാൻ ഇത് തന്നെയാണെന്ന് നമ്മൾ കാണുകയും വേണം. സോ ഈ 2 കാര്യം മാത്രമാണ് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കുക. പിന്നെ ഈ ഡെഫിനിഷൻ നാച്ചുറലാണോ, ഇങ്ങനെ ഇൻഫിനിറ്റ് സബ്സെറ്റിലേക്ക് കൊണ്ടുവന്ന ഈ ഡെഫിനിഷൻ നാച്ചുറലാണോ എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഡെഫിനിഷൻ ഒരു ഇൻഫിനിറ്റ് സബ്സെറ്റിന് വർക്കാവുമോ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു ഇൻഫിനിറ്റ് സബ്സെറ്റ് ചെയ്തിട്ടുണ്ട്. V1 V2 V3 എക്സെട്രാ പോകുന്നത്. ഇങ്ങനെ ഒരു സബ്സെറ്റ്, ഇൻഫിനിറ്റ് സബ്സെറ്റ് നമ്മുടെ വെക്ടർ സ്പേസിൽ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഈ ഡെഫിനിഷൻ പ്രകാരം ഇതിൻ്റെ സ്പാൻ എന്താ വരിക? നിങ്ങൾ ഈ ഡെഫിനിഷൻ എന്തായാലും ജസ്റ്റ് ഒന്ന് വായിക്കണം കേട്ടോ. മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ വായിക്കണം, ഞാൻ പറയുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, സോ ഇതിൻ്റെ സ്പാൻ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ വെക്ടേഴ്സ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന പോസിബിളായ എല്ലാ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് നിന്ന് 2 വെക്ടേഴ്സ് എടുക്കാമല്ലോ അല്ലേ. ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേണമെങ്കിൽ 2 വെക്ടേഴ്സ് എടുക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് V1 V2 മാത്രം എടുക്കുകയും വിചാരിക്കുക. അപ്പോൾ എന്നിട്ട് V1 V2 ഉപയോഗിച്ചുണ്ടാക്കാവുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? C1 V1 + C2 V2,
അല്ലേ, സെറ്റ് ഓഫ് ഓൾ C1 V1 പ്ലസ് C2 V2 വേർ C1 C2 ബിലോങ്സ് ടു എഫ് അല്ലേ. ഇങ്ങനത്തെ എല്ലാ കോമ്പിനേഷൻസും വരുമല്ലേ V1 V2 വെച്ചിട്ടാക്കാവുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ സ്പാനിൽ വരും. ഇനി രണ്ട് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ V1 V2 മാത്രമാണ് എടുക്കുക, അല്ല വേണമെങ്കിൽ V3 V7 എടുക്കുക. അപ്പോൾ V3 V7 ഉപയോഗിച്ചുണ്ടാക്കാവുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസ് വരും. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള രണ്ട് വെക്ടർ എടുക്കുക, അത് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ഇതിൻ്റെ സ്പാനിൽ വരും. സ്പാൻ എന്ന് പറയുമ്പോൾ സ്പാനസിൽ വരും. ക്ലിയർ അല്ലേ? അത് മാത്രമാണോ വരിക? അല്ല, 3 വെക്ടേഴ്സ് എടുത്തൂടെ അല്ലേ? ഇതിനകത്ത് ഇഷ്ടമുള്ള 3 വെക്ടർ എടുക്കുക. എന്നിട്ട് അത് ഇപ്പോൾ V1 V2 V3 ആണെങ്കിൽ എല്ലാ C1 V1 പ്ലസ് C2 V2 പ്ലസ് C3 V3 അല്ല അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ വരിക. അപ്പോൾ V1 V2 V3 ഉപയോഗിച്ചിട്ടാക്കാവുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ഇതിൻ്റെ അകത്ത് വരും. ഇനി അല്ല വേറെ ഏതെങ്കിലും 3 വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാക്കാവുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസ് ഇതിൻ്റെ അകത്ത് വരും. ഇനി 3 എണ്ണം മാത്രം ഇല്ലാത്ത വേണമെങ്കിൽ 100 വെക്ടേഴ്സ് എടുത്തൂടെ. അപ്പോൾ ആ 100 ഇഷ്ടമുള്ള 100 വെക്ടർ എടുക്കുക, ആ 100 വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാക്കാവുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസ് വരും. ഇനി അല്ല 1 കോടി വെക്ടേഴ്സ് എടുത്തൂടെ. അപ്പോൾ ഇഷ്ടമുള്ള 1 കോടി വെക്ടേഴ്സ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ അത് വെച്ചുണ്ടാക്കാവുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ഒക്കെ ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ അതാണ് ഈ സ്പാൻ എസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഈ ഡെഫിനിഷൻ വർക്കാവുമോ എന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? കാരണം ഇവിടെ നമ്മൾ എടുക്കുന്നതൊക്കെ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസാണ്. 1 കോടി വെക്ടേഴ്സ് എടുത്താലും ഫൈനൈറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ് പോസിബിളാണ്, നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. അപ്പം ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ അകത്തുള്ള ഫൈനൈറ്റ് വെക്ടേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഡെഫിനിഷൻ ഇവിടെ വർക്കാവും. അപ്പോൾ ഈ ഡെഫിനിഷൻ ഇൻഫിനിറ്റ് സബ്സെറ്റിന് വർക്കാവും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ ഡെഫിനിഷൻ ഫൈനൈറ്റ് സബ്സെറ്റിന് കൊടുക്കുമ്പോൾ ഓൾറെഡി ഉള്ള സ്പാൻ തന്നെയാണോ വരിക അല്ലെങ്കിൽ മാറിപ്പോകുന്നതാണ്. അതുകൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഞാൻ നിർത്തും. ഇനി ഇത് ഈ ഫൈനൈറ്റ് സബ്സെറ്റിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഉള്ള ഡെഫിനിഷൻ തന്നെയാണോ നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നമ്മുടെ V എന്നുള്ളത് ഒരു V10 ആക്കട്ടെ പറയാനുള്ള സൗകര്യത്തിന്. അപ്പോൾ 10 വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ. അപ്പോൾ ഇങ്ങനെയല്ലേ വരിക? ശരിക്കുള്ള ഒറിജിനൽ ഡെഫിനിഷൻ നമുക്ക് നേരത്തെ ഉള്ള ഡെഫിനിഷൻ പ്രകാരം 10 വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ വരിക ഇങ്ങനെയാണ് വരിക അല്ലേ. അതായത് ഈ 10 വെക്ടേഴ്സ് മുഴുവൻ ഉൾക്കൊള്ളുന്ന ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻ. പക്ഷേ ഈ ഡെഫിനിഷൻ പ്രകാരം എന്താ പറഞ്ഞത്? ഇതിൻ്റെ അകത്തുനിന്ന് പോസിബിളായ എല്ലാ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ് എന്നാണ് പറഞ്ഞത്. ഇവിടെ 10 വെക്ടേഴ്സ് മുഴുവൻ വരുന്ന ലീനിയർ കോമ്പിനേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഈ പറഞ്ഞു സെയിം തന്നെയാണ്. കാരണം ഇവിടെ അഡീഷണലി ഇപ്പോൾ ഇതൊക്കെ ഇവിടെയും വരും. കാരണം എന്താ, ഇതിന് പോസിബിളായ എല്ലാ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ് എന്ന് പറയുമ്പം 10 വെക്ടേഴ്സ് മുഴുവനുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ഇവിടെയും വരില്ലേ. അപ്പം ഈ ഡെഫിനിഷൻ പ്രകാരമുള്ള എല്ലാ വെക്ടേഴ്സും ഈ ഡെഫിനിഷൻ പ്രകാരമുണ്ട്. പിന്നെ അഡീഷണലി ഇവിടെ ആരോ വരുമോ എന്നുള്ള സംശയം. അഡീഷണലി വരാതെ പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്ത് 3 വെക്ടേഴ്സ് മാത്രം എടുക്കാമല്ലോ, അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും ഇവിടെ വരില്ലേ. അപ്പം അതിൻ്റെ വരും. അപ്പോൾ V1 V2 V3 ഈ 3 വെക്ടേഴ്സ് മാത്രം എടുത്തുള്ള ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ 3 വെക്ടേഴ്സ് മാത്രം എടുക്കുമ്പോൾ വരുന്ന ലീനിയർ കോമ്പിനേഷൻ C1 V1 പ്ലസ് C2 V2 പ്ലസ് C3 V3 അല്ലേ. ഫോർ സം സ്കാല C1 C2 C3 അല്ലേ. ഇങ്ങനെയാണ് ഈ 3 വെക്ടേഴ്സ് ഉപയോഗിച്ചുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ. ഇത് ആക്ച്വലി ഈ 10 വെക്ടേഴ്സ് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് അവതരിപ്പിച്ചുകൂടെ? കാരണം ഇതാ മതി, ബാക്കി അങ്ങോട്ടുള്ള വെക്ടേഴ്സിനൊക്കെ 0 V4 പ്ലസ് എക്സെട്ര പ്ലസ് 0 V10 എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ അല്ലേ. അപ്പം ഈ 3 വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 10 വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ തന്നെ. അത് ഓൾറെഡി ഇവിടെ എടുത്തു കഴിഞ്ഞതാണ് അല്ലേ. ഇവിടുന്ന് അല്ലേ, അതൊക്കെ ഈ കലക്ഷനിലുള്ള തന്നെയാണ്. സോ ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ അഡീഷണലി വേറെ ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഇവിടെ ഓൾറെഡി ഉള്ള ആൾക്കാർ തന്നെ ഇവിടെയും വരുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കണം. അപ്പം ഈ ഡെഫിനിഷൻ ഇൻഫിനിറ്റ് സബ്സെറ്റുകൾക്ക് വർക്കാവുകയും ചെയ്യും. ഫൈനൈറ്റ് സബ്സെറ്റുകൾക്ക് നേരത്തെ ഉള്ള സ്പാന് തന്നെയാണ് ഈ സ്പാനും തരുന്നത്. പിന്നെ empty സെറ്റിന് സ്പാൻ 0 സ്പേസ് ആയി തരികയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഡെഫിനിഷൻ എത്രത്തോളം നാച്ചുറൽ ആണെന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.